ജീവിതാനുഭവങ്ങൾ സ്വതന്ത്രമായി ആവിഷ്കരിക്കലാണ് കല എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ വംശീയവും ലൈംഗികവും ചരിത്രപരവുമായ അടിച്ചമർത്തൽ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരാൾക്ക് എന്താണ് കല? തന്നെ കുഴിച്ചിട്ട ചരിത്രത്തിൻ്റെ മൂല്യബോധം ഒരാൾ തുടർന്നും പേറണമെന്നില്ല. മറിച്ച് ആ ചരിത്രത്തിൻ്റെ ഇരുട്ടിൽ അദൃശ്യമായിരുന്ന വംശപരമ്പരകൾക്ക് അന്തസ്സുള്ള നവലോക ദൃശ്യത കൊടുക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ ഒരു ചോദ്യമുയരും. ഉദാത്തമായ മാനവികതയുടെ ചരിത്രത്തിൽ ശരിക്കും അദൃശ്യമായത് എന്താണ്? ചില ആളുകളോ ചില വംശങ്ങളോ അല്ല. ഏതെങ്കിലും വിധത്തിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുതലാളിത്തവും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളും ജനാധിപത്യ ദേശീയതകളുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള റിപ്പബ്ലിക്കുകളിൽ പെണ്ണുങ്ങളെയും അടിമകളെയും ദരിദ്രരെയും കലാപരമായി പ്രത്യേക രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്നത് ഏറിയും കുറഞ്ഞും കാണാമല്ലോ. പല കാലങ്ങളിൽ പെയിൻറ്റിങ്ങുകളും പ്രതിമകളും അച്ചടിച്ചിത്രങ്ങളുമൊക്കെയായി പുറത്തു കാണുന്നതെല്ലാം ഫലത്തിൽ പല രീതിയിൽ വ്യവസ്ഥകൾ കുഴിച്ചിട്ട മാനുഷിക അനുഭവങ്ങൾ കൂടിയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ ചരിത്രത്തിൽ അദൃശ്യമായത് ചില ആളുകളും ചില വംശങ്ങളും ഒട്ടാകെ അനുഭവിച്ച അപമാനവീകരണമാണ്. അതായത് മികച്ചതിനെല്ലാമുള്ള അർഹത നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. കലയുടെ അദൃശ്യമായിരിക്കുന്ന ആ അടിമണ്ണിൽ നിന്ന് നോക്കുമ്പോൾ കാണാം, മാനവിക ചരിത്രം നിർമ്മിച്ച പ്രൗഢമായ ശവക്കുഴികളാണ് മ്യൂസിയങ്ങളും അവിടെ മഹത്തായ കലാസൃഷ്ടികൾ എന്നറിയപ്പെട്ട ഭൂരിഭാഗവും. സാമ്രാജ്യത്വം മേനി നടിച്ചു പാർത്ത മാനവികതയുടെ എടുപ്പുകളാണവ. ഈ പറഞ്ഞതിനർത്ഥം ഗ്രേറ്റ് ഹ്യൂമനിസ്റ്റ് ഹിസ്റ്ററി ഓഫ് ആർട്ട് അപ്രസക്തമാണെന്നല്ല. ലോകത്തെ ചില ആർട്ട് മ്യൂസിയങ്ങൾ ഇന്ന് ചരിത്രത്തിലെ തങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിരോധാഭാസം തിരിച്ചറിയുന്നു. കലാരംഗത്ത് വംശീയ മേൽക്കോയ്മയോടെ തങ്ങൾ നേടിയിട്ടുള്ള കപടമായ ആധികാരികത പുതിയ ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾക്കായി വിട്ടുകൊടുക്കുന്ന ഒരു സമകാലിക പ്രവണത ലോകത്തിലെ ചില പ്രശസ്ത മ്യൂസിയങ്ങൾക്കിടയിൽ ഇന്നുണ്ട്. ലബൈന ഹിമിദ് എന്ന കലാകാരിയുടെ ചില വർക്കുകൾ ഞാൻ നേരിൽ കാണുമ്പോൾ അവ അങ്ങനെ ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് ആദ്യം അനുഭവപ്പെട്ടത്. ലബൈന 2017 ടർണർ സമ്മാന വിജയിയാണ്. ഒരിക്കൽ ബ്രിട്ടീഷ് രക്ഷാധികാരത്വത്തിലായിരുന്ന കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപായ സാൻസിബാറിൽ ജനിച്ച ലബൈന 1980കളിൽ UK ബ്ലാക്ക് ആർട്ട് മുന്നേറ്റത്തിന് വലിയൊരളവോളം രൂപം കൊടുത്ത കലാകാരിയാണ്. ലിവർപൂളിലെ വാക്കർ ആർട്ട് ഗാലറിയിൽ നിലവിലുള്ള സ്വർണ്ണാലങ്കാര ഫ്രെയിമുകളിട്ട എണ്ണച്ചായ ചിത്രങ്ങൾക്ക് മുന്നിൽ ആ നഗരത്തിൻ്റെ അടിമവ്യാപാര ചരിത്രത്തിൽ നിന്നും അപ്പോൾ എഴുന്നേറ്റ് വന്ന മനുഷ്യരെ പോലെ ചില കട്ടൗട്ടുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ കട്ടൗട്ട് മനുഷ്യരാൽ ലബൈന ആ മ്യൂസിയം സ്പേസിൽ നടത്തിയ ഒരു കടന്നുകയറ്റത്തിൻ്റെ രാഷ്ട്രീയ അനുഭവം മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം തങ്ങളുടെ ദാരിദ്ര്യം ഒന്നാം ലോകത്തു നിന്നും പ്ലാസ്റ്റിക് പുതപ്പുകൾ കൊണ്ട് മറച്ചു വയ്ക്കുന്ന ആ പഴയ മൂന്നാം ലോക പ്രവൃത്തി ആവർത്തിച്ച് നടത്തുന്ന ഒരു രാജ്യത്തു നിന്നും ആ ഗാലറിയിൽ അപ്പോൾ ചെന്ന് നിന്ന ഒരാളാണല്ലോ ഞാനും. മാത്രമല്ല, ഇന്ത്യയിൽ ജാതി വിവേചനത്തിനെതിരായുള്ള കീഴാള ജനതയുടെ നവോത്ഥാന സമരങ്ങൾ ഇന്ന് ഞാൻ ജീവിക്കുന്ന പൊതുസമൂഹത്തിന് ഉണർന്നു നിൽക്കാൻ ശക്തി നൽകുന്ന സാംസ്കാരിക സ്രോതസ്സുകളാകുകയാണ്. കട്ടൗട്ട് ഭാഷ നമ്മുടെ ജനപ്രിയ സംസ്കാരത്തിലുണ്ട്. സിനിമാ പരസ്യത്തിലും പണ്ടത്തെ ഗ്രീറ്റിംഗ് കാർഡിലും വരെയുണ്ട്. അത് കലയാകുന്നത് സാമൂഹ്യ വിമർശനമാകും വിധം സ്പേസ് പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. അദൃശ്യമായ സാമൂഹ്യ ബന്ധങ്ങൾ സൂക്ഷ്മമായി ദൃശ്യപ്പെടുമ്പോൾ. കലയിൽ കട്ടൗട്ട് സ്വാഭാവികവും ജനപ്രിയവുമായ ഒന്നിൻ്റെ ആവിഷ്കാരമല്ല. അത് സാഹചര്യങ്ങളിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്ന ഒന്നിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അത് ഇടഞ്ഞു നിൽപ്പിൻ്റേതാകാം. ഒട്ടും സ്വാഭാവികമല്ലാത്ത സാമൂഹിക മാറ്റങ്ങളിലൂടെ സ്വയംനിർണയാവകാശം ഇല്ലാതെ കടന്നു പോന്നിട്ടുള്ള ഏതു മനുഷ്യവംശത്തിനും അതിൻ്റെ വിമോചന പ്രക്രിയകളിൽ ഏർപ്പെടാൻ കട്ടൗട്ട് ഇമേജറികളുടെ കൂസലില്ലായ്മയും വഴക്കവും വലിയ സാധ്യതകൾ പകരുന്നുണ്ട്. മൺമറഞ്ഞുപോയ തങ്ങളുടെ നേതാക്കളെ ദൈവമാക്കാൻ മാത്രമല്ല, മറന്നുപോകുന്ന ഇരുണ്ട സാംസ്കാരിക സ്രോതസ്സുകളിൽ നിന്ന് തങ്ങളെ തന്നെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് മാനുഷികമായ അന്തസ്സോടെ പുനഃസൃഷ്ടിക്കുവാനും ഈ ഇമേജറികൾ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് ഈ മാനുഷികമായ അന്തസ്സ്?
അത് സാഹചര്യങ്ങളുമായി ഇടപെടുന്ന ഓരോ മനുഷ്യനും നേടിയെടുക്കുന്ന ഉണർവാണ്. അത് പ്രത്യേക സ്ഥലത്തിലും കാലത്തിലും ആവിഷ്കരിക്കപ്പെടുകയാണ്. ലബൈന ഈ ഭാഷയിൽ എത്തിച്ചേർന്ന ഒരു ആദ്യകാല സന്ദർഭം ഫിഷിംഗ് എന്ന ഒരു വർക്കിൽ കാണാം. സ്വച്ഛമായ മീൻപിടുത്തത്തിൽ ഏർപ്പെടുന്നതിനിടെ എണീറ്റ് ഓടിപ്പോകുന്ന സ്ത്രീരൂപത്തിൻ്റെ കട്ടൗട്ട് ചുവരിൽ ചേർന്ന് നിൽക്കുന്നു. അതേക്കുറിച്ച് അവരിങ്ങനെ പറയുന്നു: സമയവുമായി സ്ത്രീകൾക്കുള്ള ബന്ധം ആസൂത്രണങ്ങളുടേതാണ്. അവർ സമയത്തിൻ്റെ ചെറു പോക്കറ്റുകളിൽ പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും കുടുംബത്തെക്കുറിച്ചല്ല, ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ചിലപ്പോൾ സാധ്യതകൾ പകരാം, ചിലപ്പോൾ ആകെ വിഷാദത്തിലാക്കാം. എന്തായാലും ജീവിതം കുറച്ച് മികവുള്ളതാക്കാൻ എന്തു ചെയ്യണം എന്ന് ഞങ്ങൾ സ്ത്രീകൾ പരസ്പരം ഇരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. വിശ്രമം ഇവിടെ അധികം വന്ന അപ്രധാനമായ ഒരു സർപ്ലസ് മൂല്യമല്ല, നിലനിൽപ്പിൻ്റെ ആവിഷ്കാരമാണ്. വിശ്രമത്തെ അങ്ങനെ അനുഭവിക്കാൻ ഭയാനകമായ ജീവിതാവസ്ഥകളെ നേരിടുന്നവർക്കേ കഴിയൂ. ഒരു ചുവർ മാത്രമുള്ള മുറിയിൽ എങ്ങനെ സുരക്ഷിതമാകാം എന്നൊക്കെ നിരന്തരം ആലോചിക്കേണ്ടി വരും. എല്ലാ യാഥാർത്ഥ്യബോധവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത്തരം ഭീകരാവസ്ഥകളെ നേരിട്ടതാണ് കറുത്തവളുടെ വിശ്രമം. അതങ്ങനെ കാണാൻ ശീലമില്ലാത്തവർ മ്യൂസിയത്തിൽ ചിലപ്പോൾ കാഴ്ചയുടെ ഭീകരതയും തിക്കുതിരക്കും ഒക്കെ അനുഭവിക്കാം. പക്ഷേ കലയിൽ സ്ത്രീകളുടെയും കീഴാളരുടെയും സ്വന്തം വഴിക്കുള്ള പ്രവൃത്തികൾ നേർക്കുനേറിങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ജീവിതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അവർ പുതിയ സംഭാഷണങ്ങൾ ആരംഭിക്കുന്നു. യഥാർത്ഥത്തിൽ കുടുംബം എന്ന വ്യവസ്ഥയുടെ ലോകചരിത്രം എന്നത് പാവങ്ങളുടെയും സ്ത്രീകളുടെയും നിലനിൽപ്പിൻ്റെ ആവിഷ്കാരമായ വിശ്രമത്തിൻ്റേതാണ്. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്വാറന്റൈൻ ജീവിതത്തിൽ ഇന്ന് ശ്വാസം മുട്ടുന്ന വീട്ടകങ്ങളുണ്ട്. ഒരു വർഷത്തോളം കോളേജിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു കയറിയ കലാവിദ്യാഭ്യാസം പുറത്തിട്ടിരിക്കുന്നത് ക്യാൻവാസുകളും സാമ്പ്രദായിക മാധ്യമങ്ങളും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന പുതിയ തരം കലാപഠിതാക്കളെയാണ്. പുതിയ ബിംബങ്ങളും ഭാഷകളും കടന്നു വരികയാണെന്ന്. അലങ്കാരം പോലെ മുറിച്ചെടുത്ത ആൺതല കൊണ്ട് സിംഹാസനമായി മാറ്റിയ പ്ലാസ്റ്റിക് ചെയറുകൾ, ആത്മാവിനെ ഒളിപ്പിക്കാനെന്ന പോലെ ആ ചെയറുകൾക്കിടയിലേക്ക് സ്വന്തം തല തിരുകിച്ചായ്ക്കുന്ന അമ്മകിടത്തങ്ങൾ, പണിതീരാ വീടുകളിലെ മൂലതോറുമുള്ള കുന്തിച്ചിരിപ്പുകൾ, ഇങ്ങനെ പലതും ഇന്ന് തങ്ങളുടെ വീട്ടനുഭവങ്ങളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കട്ടൗട്ടുകളായി വരച്ചു വെട്ടിയെടുക്കുന്ന കലാകാരികളായ പെൺകുട്ടികളുണ്ടാകുന്നത് ലബൈന ഹിമിദുമായി നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ലായിരിക്കാം. പക്ഷേ കല രാഷ്ട്രീയമാകുന്നത് ഭാഷ കൊണ്ടാണ് എന്നുമുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ ദളിത് മൂവ്മെൻറ്റുകളും സ്ത്രീവാദവും ഒരു നിരന്തര പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മൂലധന വിപണിക്ക് ഏറെക്കുറെ ആശ്രിതമായി മാത്രം പ്രവർത്തിക്കുന്ന ആർട്ട് മ്യൂസിയം പ്രയോഗങ്ങളുടെ സ്വഭാവം കൊണ്ടാകാം കലയിൽ ആ പേരിൽ അവ വേർതിരിഞ്ഞ് കാണുന്നില്ല. എന്നാൽ ഇവിടെയും മനുഷ്യർ ജീവിതാനുഭവം കൊണ്ട് കണ്ടെത്തുന്ന കലാഭാഷകൾ ഒരു നിരന്തര പ്രതിപക്ഷമായി ഒഴുകി നടക്കുന്നുണ്ട്. അവർ പുതിയ തരം സംഭാഷണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഒരു പിക്കാസോ ചിത്രത്തെ ഉദ്ധരിച്ച് ലബൈന ഹിമിദ് ചെയ്ത ഫ്രീഡം ആൻഡ് ചേഞ്ച് എന്നൊരു വർക്കുണ്ട്. അതേക്കുറിച്ച് അവർ ഇങ്ങനെ പറയുന്നു: ഞാനിത് അടുക്കളയിൽ വച്ച് ചെയ്തതാണ്. അക്കാലത്ത് വരയ്ക്കാനായി മാത്രമുള്ള ഒഴിഞ്ഞ മുറിയൊന്നും ഉണ്ടായിരുന്നില്ല. കലാകൃതിയിലും എൻ്റെ ചിന്തയിലും വീട്ടുസാധനങ്ങൾ ഇടപെട്ടിരുന്നു. കലാകൃതിയുമായി ഞാൻ ഫലത്തിൽ യുദ്ധത്തിലേർപ്പെടുകയായിരുന്നു. അത് പ്രദർശനശാലയിൽ എത്തുന്നത് മാത്രമായിരുന്നു ഏക പ്രതീക്ഷ. കലാകൃതി ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കമാണ്. അത് പ്രദർശിപ്പിക്കുന്നിടത്ത് നിന്നും തുടങ്ങി വയ്ക്കുന്ന സംഭാഷണങ്ങളിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ താല്പര്യം. സ്ത്രീകൾ കുളിക്കുന്നതും കണ്ണാടി നോക്കുന്നതും നൃത്തം ചെയ്യുന്നതും യൂറോപ്യൻ എണ്ണച്ചായ പാരമ്പര്യങ്ങളിൽ പ്രമുഖ വിഷയമാണ്. എന്നാൽ ഈ അലസകളിൽ നിന്ന് വ്യത്യസ്തമാണ് ടു വിമൻ റണ്ണിങ് അലോങ് ദ ബീച്ച് എന്ന പിക്കാസോയുടെ പെയിൻറ്റിംഗ്. അത് ബലിഷ്ഠരായ രണ്ട് യുവതികളുടെ തലയറഞ്ഞ ഓട്ടമാണ്. പക്ഷെ നേർപ്പകർപ്പുകളുടെ കലാഭാഷാ പാരമ്പര്യം തകർക്കുന്നതിനുള്ള പിക്കാസോയുടെ ജാഗ്രതയായിരുന്നു ആ രേഖകളുടെ കാർക്കശ്യത്തിന് ഏറിയ പങ്കും കാരണം എന്നേ അനുമാനിക്കാനാകൂ. പാരമ്പര്യ അഭിരുചികളിൽ നിന്നും സർവ്വസ്വതന്ത്രമാകുന്ന മോഡേൺ ആർട്ടിസ്റ്റ് ഇമേജിന് ഒത്തവണ്ണം
സ്റ്റുഡിയോയും സാമഗ്രികളും കാമുകിമാരും ജീവചരിത്രവുമാണല്ലോ പിന്നീടുണ്ടായിട്ടുള്ള പിക്കാസോ വ്യവഹാരത്തിൽ മുഖ്യമായിട്ടുള്ളത്. ഒരു മഹത്തായ സൃഷ്ടിക്ക് വേണ്ടിയുള്ള സ്വച്ഛതയാണ് യഥാർത്ഥത്തിൽ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ എന്ന സങ്കല്പത്തിൻ്റെ മാന്ത്രികതയ്ക്ക് കാരണം. അതാകട്ടെ നിയത അർത്ഥത്തിൽ ഒരു ഡൊമസ്റ്റിക് സ്പേസുമല്ല, പൊതുവിടവുമല്ല. രണ്ടിനുമിടയിൽ ഒരു വ്യക്തി സ്വന്തമാക്കുന്ന സ്വകാര്യ സ്വത്താണ്, പ്രിവിലേജ് സ്പേസാണ്. ഫലത്തിൽ കലാസൃഷ്ടിയുടെ മേലുള്ള സർവാധികാരം കർത്താവിലേക്ക് ഒതുക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമാണത്. സർവ്വസംഭാഷണങ്ങളുടെയും സാമൂഹിക വിനിമയങ്ങളുടെയും ശ്മശാനമായി അത് കലാകൃതിയെ മാറ്റാം. ഒരാൾക്ക് തൻ്റെ വംശാനുഭവത്തിൽ ചരിത്രപരമായി ഏൽപ്പിക്കപ്പെട്ട സ്വച്ഛതയില്ലായ്മ വളരെ വിമോചകമായ അനുഭവമാകുന്നത് ഇവിടെയാണ്. അത് ഒരാളെ കലയെ സംബന്ധിച്ച മൗഢ്യത്തിൽ നിന്നും പുറത്തു വരുത്തുന്നു. കലയെക്കുറിച്ചുള്ള ആത്യന്തിക ആശയം തന്നെ മാറ്റാൻ ആ പുറത്തുവരവിന് കഴിയും. എന്തിനോ വേണ്ടി ഓടുന്ന സ്ത്രീകൾ പിക്കാസോയുടെ ചിത്രത്തിൽ ഒരു പെയിൻറ്റിംഗ് എന്ന ആശയത്തിൻ്റെ ഭാഗം മാത്രമാണ്. ലബൈനയുടെ കൃതിയിലാകട്ടെ സ്വച്ഛതയിൽ നിന്നും നിഷ്കാസിതരായ മനുഷ്യർ മറ്റൊരിടം തേടുന്ന പരീക്ഷണ നാടകത്തിൻ്റെ രംഗപാഠമാണ് എന്തിനോ വേണ്ടി ഓടുന്ന സ്ത്രീകൾ. മ്യൂസിയങ്ങൾ ആഘോഷിച്ച പിക്കാസോയുടെ ക്യാൻവാസിനെ ഇവിടെ വീട്ടിനകത്തെന്ന പോലെ തൂക്കിയിട്ട തിരശീലയാണ് ഓർമ്മിപ്പിക്കുന്നത്. എത്തിനോക്കുന്ന ആൾത്തലകളിൽ നിന്ന് ഓട്ടം എന്ന നാടകം പിറക്കുന്നു. പിന്നെ അത് ചിരവകളെയും പട്ടികളെയും പോലെ പുറത്തോട്ടുള്ള വലിക്കലുകളെ ഓർമ്മിപ്പിക്കുന്നു. കലാചരിത്രത്തിലെ സ്വയം പര്യാപ്തമായ കലാസൃഷ്ടി എന്ന നമ്മുടെ ഓർമ്മയെ ലബൈന മറ്റൊരു കളി നിയമത്തിലാക്കുന്നു. പോസ്റ്റ് താച്ചറൈറ്റ് ബ്രിട്ടീഷ് സമൂഹത്തിലെ കറുത്ത വംശജർക്ക് അടിമജീവിത ചരിത്രത്തെ സ്വന്തം വഴിയിൽ പുനരാവിഷ്കരിക്കാനുള്ള പ്രേരണയുണ്ട്. സാംസ്കാരിക സ്രോതസ്സുകളിൽ മ്യൂസിയങ്ങളിലെ താരാരാധനകളും ഉദാത്ത കലാസൃഷ്ടികളുമെല്ലാം പെടും. പക്ഷേ അവയെ മാനുഷികമായി പരിശോധിക്കുമ്പോൾ മാത്രം തെളിഞ്ഞു വരുന്നതാണ് അതിലെ സ്ത്രീ പങ്കാളിത്തം. ഉദാഹരണത്തിന് മെറ്റിക്കുലസ് ഒബ്സർവേഷൻസ് എന്ന പ്രദർശനം വെളുത്ത വംശജരുടെ പരിപ്രേക്ഷ്യത്തിലുള്ള ചരിത്രവീക്ഷണം തിരുത്തുന്ന ഒന്നാണത്. ഫ്രഞ്ച് അധിനിവേശത്തിൽ നിന്നും ഹേത്തിയിലെ അടിമജനങ്ങളെ മോചിപ്പിച്ച നേതാവും അവരുടെ ജനറലുമായിരുന്ന ടുസാൻ വഹത്യൂവിൻ്റെ ഐതിഹാസിക ജീവിതകഥ കരീബിയൻ ദ്വീപുകളിലെ അടിമവംശത്തിൻ്റെ ഒരേയൊരു വിജയഗാഥയാണ്. ആ ജീവിതകഥ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ലബൈന ഹിമിദ് ചെയ്ത പ്രശസ്തമായ ജലച്ചായ ചിത്രങ്ങളുണ്ട്. UK ആർട്സ് കൗൺസിലിൻ്റെ കളക്ഷനിലാണ് അവയുള്ളത്. അതിൽ രസകരമായിട്ടുള്ളത് വഹത്യൂവിൻ്റെ നിത്യജീവിതത്തെ സംബന്ധിച്ച് ലബൈന നടത്തുന്ന കുറേ സ്ത്രീപക്ഷ അന്വേഷണങ്ങളാണ്. വീരചരിത്രം അടിമയുടേതോ ചക്രവർത്തിയുടേതോ ആയിക്കൊള്ളട്ടെ, മഹത്വം കൈവരിച്ച ജീവിതങ്ങളെല്ലാം സഹായജനങ്ങളുടെ പിന്തുണ ആവശ്യമുള്ളതായിരുന്നു. ഹീറോകളുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു? ആരാണ് അവരുടെ തുണികൾ കഴുകിയിരുന്നത്? ആരാണ് അവരുടെ വിരിപ്പുകൾ മാറ്റിയിരുന്നത്? സംഭവിച്ച വിപ്ലവത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് എന്താണ്? ഈ അന്വേഷണമാണ് ഈ ജലച്ചായങ്ങളിൽ. സ്ത്രീവാദവും ബ്ലാക്ക് പൊളിറ്റിക്സും ശക്തമായ 80കളിൽ കറുത്തവരായ ചിത്രകാരികളെ അവതരിപ്പിക്കുക എന്നത് കലാസ്ഥാപനങ്ങളുടെ ഒരു സാംസ്കാരിക ആവശ്യവുമായിരുന്നു. അത് തങ്ങൾക്ക് പുതുജീവിതം വെട്ടിയെടുക്കാനുള്ള അവസരമാക്കി കറുത്ത വംശജർ മാറ്റിയതിൽ ലബൈന ഒറ്റയ്ക്കായിരുന്നില്ല. ഫെമിനിസത്തിൻ്റെ യൂറോ കേന്ദ്രിതത്വത്തെയും കറുത്തവരുടെ സംസ്കാര രാഷ്ട്രീയത്തിനകത്ത് തന്നെയുള്ള പാട്രിയാർക്കിയെയും വിമർശിച്ച് സോണിയ ബോയ്സ്, ഇൻഗ്രിഡ് പൊളാർഡ്, വെറോണിക്ക റയാൻ, ക്ലോഡിഡ് ജോൺസൺ തുടങ്ങിയവരുടെ കലാകാരി സാഹോദര്യം ബ്രിട്ടീഷ് കലാരംഗത്ത് ഉണ്ടായി വരികയായിരുന്നു. കറുത്ത കലാകാരികൾക്ക് ചെറുവാഗ്ദാനങ്ങളും പ്രതീക്ഷകളും കൊടുത്ത് മണങ്ങിനെയിട്ട് വാളയെ പിടിക്കുന്ന അവരുടെ രീതികളെ തങ്ങൾക്ക് തിരിച്ചറിയാനാകുമായിരുന്നുവെന്ന് ലബൈന പറയുന്നുണ്ട്. കറുത്ത സ്ത്രീ വ്യവസ്ഥയെ തിരിച്ചറിയുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ലബൈനയുടെ കാരറ്റ് പീസ് എന്നൊരു കട്ടൗട്ട് വർക്ക്. വിദ്യാഭ്യാസവും സ്നേഹവും ആർജിത ബുദ്ധിയുമാണ് തങ്ങളുടെ മൂലധനം. അതുപയോഗിച്ച് നൂറ്റാണ്ടുകളായി തടയപ്പെട്ട മികവിൻ്റെ അനുഭവം സൃഷ്ടിക്കാം. ഇതായിരുന്നു ലബൈനയുടെയും കൂട്ടുകാരുടെയും നിശ്ചയം. വ്യവസ്ഥയെ ഞങ്ങളങ്ങ് നിർമ്മിച്ചു കളയാം എന്ന് കരുതി ആദർശങ്ങൾ രൂപീകരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട പുരുഷാധിപരുടെ തിരിച്ചറിവല്ല അത്. അവരുടെ ചരിത്രത്തിലാണ് കലാകൃതി ഒരു സവിശേഷ സ്ഥലത്തെ പരിശുദ്ധ വസ്തുവാകുന്നത്. അസ്ഥിരമായ ഇടങ്ങളിലായിരിക്കുന്ന മനുഷ്യരുമായി തുറന്ന സംഭാഷണങ്ങൾ തുടങ്ങുവാനായി കലാസൃഷ്ടികൾ ചെയ്യുന്നവരുടേത് മറ്റൊരു കലാബോധമാണ്.
അവർക്ക് ഇടനാഴികളും നടവഴികളും പ്രധാനമാണ്. അതിനപ്പുറമുള്ള സമുദ്രങ്ങളും പ്രധാനമാണ്. മനുഷ്യർ തമ്മിലുള്ള പ്രയാസം നിറഞ്ഞ ബന്ധങ്ങൾ പ്രധാനമാണ്. താമസിക്കാനുള്ള ഇടങ്ങൾ ഭാവനയിൽ കാണുക, രൂപരേഖകൾ തയ്യാറാക്കുക, എന്ത് എവിടെ നിന്ന് അഴിച്ചു മാറ്റണം, എന്ത് പൊളിച്ചെടുക്കണം, ചെയ്യാനിനി എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ അതിൻ്റെ ഭാഗമാണ്. സമരതന്ത്ര വിദഗ്ധരെ പോലെ അരക്ഷിതരായ മനുഷ്യർ, സ്ത്രീകൾ പ്രത്യേകിച്ചും, പെരുമാറുന്നത് അങ്ങനെയാണ്. ലളിതമായ ഒരു ദൈനംദിന ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമേ മാറ്റിയേക്കാം. ആളുകളുടെ വരവും പോക്കും മാത്രമല്ല, ചാരിനിൽപ്പും നയിക്കലും ഒക്കെ അങ്ങനെ ജീവിതത്തിൻ്റെ കളിനിയമങ്ങൾ മാറ്റും. ഈ സീരീസിൽ കലാകാരി എന്ന വാക്ക് ഫീമെയിൽ ഹെറ്ററോടോപ്പിയയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നത് കലാകാരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി പ്രവർത്തിക്കാനല്ല. അതായത് മനുഷ്യൻ എന്ന ജീവിവംശത്താൽ ഭാഗികമായി നിർമ്മിക്കപ്പെട്ടതും അതിനാൽ അങ്ങനെ ദൃശ്യമാകുന്നതും ലഭ്യമാകുന്നതുമായ ലോകബോധത്തിൽ കലയുടെ ചില സവിശേഷ സ്ഥാപിത സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമായി പ്രവർത്തനക്ഷമമാകുന്ന ഒരാശയമാണ് കലാകാരി. വൈരുദ്ധ്യാത്മകമായി തീക്ഷ്ണതയോടെ പരിവർത്തനോന്മുഖമായി ഇടപെടുന്ന മറ്റൊരു നരവംശാനുഭവമാണത്. ഈ സീരീസിൽ ആദ്യമുയർത്തിയ ചോദ്യം എൻ്റെ കലാചരിത്രം എവിടെ എന്നത് അതൊരു അമേരിക്കൻ വെളുത്ത വംശജയുടേതായിരുന്നു. പുരുഷാധിപത്യം കുഴിച്ചിട്ട സ്ത്രീകളുടെ ചരിത്രമാണ് പിന്നെ കലയിൽ വെളിവായത്. 2 ദശകങ്ങൾക്കിപ്പുറം സമാന ചോദ്യം എൻ്റെ ചരിത്രം എവിടെ എന്നത് കറുത്ത വംശജരായ സ്ത്രീകൾ ബ്രിട്ടീഷ് കലാചരിത്രത്തിൽ ഉയർത്തിയപ്പോൾ പിന്നെ വെളിവായത് ബ്രിട്ടീഷ് കൊളോണിയലിസം കുഴിച്ചിട്ട അടിമ ജീവിതങ്ങളുടെയും കീഴാള തൊഴിലുകളുടെയും ചരിത്രമാണ്. അങ്ങനെ ചരിത്രം കുഴിച്ചിട്ട കാലത്തിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ അടരുകൾ മുറിച്ചെടുക്കുക എന്നതും അങ്ങനെ കാവ്യാത്മകമായി ഉണർത്തിയെടുത്ത ജീവിത കഷ്ണങ്ങൾ കൊണ്ട് വ്യവസ്ഥാപിതമായ അധികാര ഇടങ്ങളെയെല്ലാം ബോധപൂർവം മാറ്റിത്തീർക്കുന്ന പുതിയ ചരിത്രവീക്ഷണം സാധ്യമാക്കുക എന്നതും കലാകാരിയുടെ ഭാഷയാണ്.